നമസ്കാരം. ഇറാന്റെ മിസൈൽ തീമഴ വാഷിംഗ്ടണിൽ, പശ്ചിമേഷ്യയിൽ വീണ്ടും കപ്പൽ യുദ്ധം. ഇറാനിലേക്കുള്ള കപ്പൽ ഗതാഗതം തടയുന്നു ട്രംപ്. പശ്ചിമേഷ്യയിൽ വീണ്ടും കപ്പൽ യുദ്ധം ആരംഭിക്കുന്നു. സമാധാന ചർച്ചകളൊക്കെ പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പുകയുകയാണ്. ഇറാന്റെ മിസൈലുകൾ തീമഴ പെയ്യിച്ചുകൊണ്ട് വാഷിംഗ്ടണിനെ ലക്ഷ്യമാക്കി നീങ്ങാൻ പോകുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ആഗോള എണ്ണ വിപണിയിൽ ആശങ്ക മാത്രം ബാക്കിയാകുന്നു എന്നുള്ളതാണ്. ഇറാനുമായിട്ടുള്ള സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടതിന് പിന്നാലെ ഹോർമോസ് കടലിടുക്കിൽ കടുത്ത നാവിക ഉപരോധം പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യയിലെ സംഘർഷം പുതിയ തലത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം മുതൽ ഇറാനിയൻ തുറമുഖങ്ങളിലേക്കും അവിടെ നിന്നുള്ള കപ്പൽ ഗതാഗതം തടഞ്ഞുകൊണ്ട് US സൈന്യം നീക്കം ആരംഭിച്ചിരുന്നു. ആഗോള വ്യാപാരത്തിന്റെ നിർണായക സിരയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തെ ചൊല്ലിയുള്ള തർക്കം ഇതോടെ പുതിയൊരു യുദ്ധമുഖത്തേക്ക് നീങ്ങുകയാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം ഒരു ശത്രുരാജ്യത്തിന്റെ തുറമുഖങ്ങളോ തീരപ്രദേശങ്ങളോ സൈനിക ശക്തി ഉപയോഗിച്ച് വളയുന്നതിനെയാണ് നാവിക ഉപരോധം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള പ്രതികരണം എന്തായിരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും പശ്ചിമേഷ്യയുടെ ഭാവി എന്ന് പറയപ്പെടുന്നത്. തങ്ങളുടെ തീരപ്രദേശം ഉപരോധിക്കുന്നത് പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായി കാണുന്ന ഇറാൻ ഇതിനെതിരെ തിരിച്ചടിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇറാനുമായുള്ള ഒരു ശാശ്വത കരാറിലെത്താൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എങ്കിലും ട്രംപിന്റെ പുതിയ നീക്കം അതിനെ സഹായിക്കുമോ അതോ കൂടുതൽ വഷളാക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഒരു രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ തകർക്കുവാനും സൈനിക നീക്കങ്ങൾ തടയുവാനുമാണ് ഇത്തരം ഉപരോധങ്ങൾ സാധാരണയായിട്ട് ഏർപ്പെടുത്താറുള്ളത്. ശത്രുരാജ്യത്തിന്റെ കപ്പലുകൾ മാത്രമല്ല മറ്റു രാജ്യങ്ങളുടെ കപ്പലുകളും ഉപരോധം നിലനിൽക്കുന്ന ഇടങ്ങളിലേക്ക് പ്രവേശിക്കുന്നത് സൈന്യം തടയും. നിലവിൽ ഇറാനിയൻ തീരങ്ങളിൽ അമേരിക്കൻ സെൻട്രൽ കമാൻഡ് കപ്പലുകൾ വിന്യസിച്ചു കഴിഞ്ഞു. ഇറാൻ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയുകയും ആവശ്യമെങ്കിൽ പിടിച്ചെടുക്കുകയും ചെയ്യാനാണ് അമേരിക്കൻ സൈന്യത്തിന് ലഭിക്കുന്ന കർശന നിർദ്ദേശം. ഹോർമുസ് കടലിടുക്കിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് ഇതിനെ ഇത്രമേൽ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നത് എന്ന് പറയട്ടെ. പേർഷ്യൻ ഗൾഫിനെ ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഈ ഇടുങ്ങിയ പാതയിലൂടെയാണ് ലോകത്തെ എണ്ണ വിതരണത്തിന്റെ വലിയൊരു ഭാഗം കടന്നു പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വഴിയിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകളിൽ നിന്ന് ഇറാൻ നിയമപരമായിട്ട് പണം ഈടാക്കുന്നുവെന്നും കടലിടുക്കിൽ മൈനുകൾ വിന്യസിച്ചുവെന്നുമാണ് അമേരിക്ക ഉന്നയിക്കുന്ന പ്രധാന ആരോപണം എന്ന് പറയപ്പെടുന്നത്. ഇറാൻ തടസ്സപ്പെടുത്തിയ അന്താരാഷ്ട്ര കപ്പൽ പാത തിരിച്ചുപിടിക്കുക എന്നതാണ് ഈ നാവിക നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി പൂർണ്ണമായിട്ടും തടയുവാനും അവരുടെ വരുമാന മാർഗങ്ങൾ ഇല്ലാതാക്കുവാനും ഈ ഉപരോധം വഴി അമേരിക്ക ശ്രമിക്കുകയാണ്. എന്നാൽ മറ്റു രാജ്യങ്ങളുടെ തുറമുഖങ്ങളിലേക്ക് പോകുന്ന കപ്പലുകളെ തടയില്ല എന്നും അമേരിക്ക അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതായത് സൗദി അറേബ്യയോ UAE പോലുള്ള രാജ്യങ്ങളിലേക്കുള്ള ഗതാഗതം തുടരാൻ കഴിയും എന്നർത്ഥം. എങ്കിലും ഇറാനുമായി സഹകരിക്കുന്ന കപ്പലുകൾക്ക് അന്താരാഷ്ട്ര ജലാതിർത്തിയിൽ സുരക്ഷിതമായിട്ടുള്ള സഞ്ചാരം അനുവദിക്കില്ല എന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഉപരോധം ലംഘിക്കുന്ന ഏത് കപ്പലുകളെയും പിടിച്ചെടുക്കുവാൻ US നേവിക്ക് അധികാരമുണ്ടായിരിക്കും. അമേരിക്കയിലെ ഈ നീക്കം അന്താരാഷ്ട്ര നാവിക നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് ഭൂരിഭാഗം നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുകയാണ്. നിലവിൽ പശ്ചിമേഷ്യയിൽ നിലനിൽക്കുന്ന 2 ആഴ്ചത്തെ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ ഈ നീക്കം ബാധിക്കുമോ എന്ന ആശങ്കയും ശക്തമാണ്. ഫെബ്രുവരി 28-ന് ആരംഭിച്ച യുദ്ധം അത് അവസാനിപ്പിക്കുവാൻ പാകിസ്ഥാനിൽ വെച്ച് നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് അമേരിക്ക ഇത്തരമൊരു കടുത്ത തീരുമാനത്തിലേക്ക് നയിച്ചത് എന്നതാണ്. തങ്ങളുടെ ആണവ മോഹങ്ങൾ ഉപേക്ഷിക്കുവാൻ ഇറാൻ തയ്യാറാകാത്തതാണ് സമാധാന ചർച്ചകൾ തകരാൻ കാരണമെന്ന് ട്രംപ് കുറ്റപ്പെടുത്തുമ്പോഴും കടലിടുക്കിൽ ഇറാൻ വിന്യസിച്ചതായി പറയുന്ന മൈനുകൾ നീക്കം ചെയ്യുവാൻ മൈൻ സ്വീപ്പർ കപ്പലുകളെ അയക്കുമെന്ന് അമേരിക്ക പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ദൗത്യത്തിൽ നാറ്റോ രാജ്യങ്ങളുടെ സഹായം ലഭിക്കുമെന്നാണ് അമേരിക്കൻ പ്രതീക്ഷ. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മേഖലയിൽ മൈൻ വേട്ടയ്ക്കായി കപ്പലുകൾ നേരത്തെ തന്നെ വിന്യസിച്ചിട്ടുണ്ട്. ബ്രിട്ടൻ ഇതുവരെ അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഫ്രാൻസുമായി ചേർന്ന് കപ്പൽ ഗതാഗത സ്വാതന്ത്ര്യം ഉറപ്പാക്കാൻ ശ്രമിക്കുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള സർ കെയർ സ്റ്റാർമർ വ്യക്തമാക്കി കഴിഞ്ഞു. ഹോർമൂസ് കടലിടുക്കിന്റെ നിയന്ത്രണം വഴി ഇറാൻ നടത്തി വരുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് അന്ത്യം കുറിക്കുവാനാണ് അമേരിക്കൻ നീക്കം. ചില കപ്പലുകൾക്ക് മാത്രം കടന്നു പോകുവാൻ അനുവാദം നൽകുകയും മറ്റു ചിലരെ തടയുകയും ചെയ്യുന്ന ഇറാന്റെ രീതി അംഗീകരിക്കാനാവില്ല എന്ന് ട്രംപ് പറയുമ്പോഴും ഇറാൻ നടത്തുന്ന നിയമവിരുദ്ധമായിട്ട് നികുതി പിരിവ് തടയുന്നതിലൂടെ അവരുടെ സമ്പദ് വ്യവസ്ഥയെ തളർത്താനാവുമെന്ന് US ഭരണകൂടം കരുതുകയാണ്. എന്നാൽ ഈ ആഗോള എണ്ണ വിപണിയിൽ അല്ലെങ്കിൽ എണ്ണ വിലയിൽ വൻ വർധനവ് കാരണമാകുമെന്നത് ലോകരാഷ്ട്രങ്ങളെ ആശങ്കയിലാക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ സൈനികർക്കോ സമാധാനപരമായിട്ടുള്ള കപ്പലുകൾക്കോ എതിരെ ഇറാൻ ആക്രമണം നടത്തിയാൽ കനത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ട്രംപ് പറഞ്ഞു കഴിഞ്ഞു.
സോഷ്യൽ മീഡിയയിലൂടെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു. ഇറാനിയൻ തീരപ്രദേശത്തെ മുഴുവൻ തുറമുഖങ്ങളെയും എണ്ണ ടെർമിനലുകളെയും ഈ ഉപരോധം ബാധിക്കുകയാണ്. ഭക്ഷണവും മരുന്നും അടക്കമുള്ള മാനുഷിക സഹായങ്ങളുമായി പോകുന്ന കപ്പലുകളെ കർശനമായ പരിശോധനകൾക്ക് ശേഷം കടത്തിവിടുവാൻ അമേരിക്ക അനുവദിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനായിട്ട് കടലിൽ കപ്പലുകളെ പരിശോധിക്കാനുള്ള പ്രത്യേക സംവിധാനങ്ങൾ US നാവികസേന ഒരുക്കി കഴിഞ്ഞു. പശ്ചിമേഷ്യയിലെ US സഖ്യകക്ഷികളെ കൂടി ചർച്ചാമേശയിലേക്ക് എത്തിക്കുവാനും ഇറാനെതിരെ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുവാനുമാണ് ഈ നാവിക നീക്കം ലക്ഷ്യമിടുന്നത് എന്നുള്ള അമേരിക്കയുടെ ഈ കടുത്ത നിലപാട് ഇറാനെ എത്രത്തോളം വഴങ്ങാൻ പ്രേരിപ്പിക്കും എന്നതിൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഭിന്നസ്വരമാണുള്ളത്. ഉപരോധം ഏർപ്പെടുത്തുന്നതിലൂടെ ഇറാൻ കൂടുതൽ പ്രകോപിതരാകുവാനും കടലിടുക്ക് പൂർണ്ണമായിട്ടും അടച്ചിടുവാനും സാധ്യതയുണ്ട് എന്ന് ഡെമോക്രാറ്റിക് പാർട്ടി നേതാക്കൾ തന്നെ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അപ്പോൾ ഇത് മേഖലയിൽ വൻതോതിലുള്ള സൈനികപരമായിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയാണ്. കപ്പൽ ഗതാഗത രംഗത്തെ വിദഗ്ധരടക്കം പറയുന്നത് അവർക്ക് ഈ അമേരിക്കയുടെ ഈ നീക്കം എന്ന് പറയപ്പെടുന്ന നിലവിൽ വളരെ കുറഞ്ഞ കപ്പലുകളെ മാത്രമേ ബാധിക്കൂ എന്നാണ്. ഭൂരിഭാഗം കമ്പനികളും സമാധാന കരാർ നിലവിൽ വരുന്നത് വരെ കാത്തിരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. ഇൻഷുറൻസ് തുകയിലുണ്ടായ വർധനവും കപ്പൽ കമ്പനികളെ ഈ വഴിയിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. അമേരിക്കൻ ഉപരോധം കപ്പൽ ഗതാഗതം കൂടുതൽ സങ്കീർണമാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അപ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇറാൻ അമേരിക്കയെ ലക്ഷ്യമാക്കുന്നു, ട്രംപിനെ ലക്ഷ്യമിടുന്നു. ഇപ്പോൾ തന്നെ ഈ സമാധാന ചർച്ചകൾ പര്യവസാനിച്ചു കഴിയുമ്പോൾ ഇനി അതിനകത്തൊരു മാറ്റമുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ തർക്കം നിലനിൽക്കുമ്പോൾ ഇറാന്റെ മിസൈൽ തീമഴ വാഷിംഗ്ടണിനെ ചാരമാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു യുദ്ധത്തിന്റെ വല്ലാത്ത അലയൊലികൾ ഉണ്ടാകുന്നു. കപ്പൽ യുദ്ധത്തിൽ തുടങ്ങി അത് കരയുദ്ധം വരെ എത്തുകയും വലിയ തിരിച്ചടിയിലേക്ക്, വലിയൊരു യുദ്ധത്തിലേക്ക് അത് ചെന്നെത്തപ്പെടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ചൈനയും ഇറാനും ഇനി വരാൻ പോകുന്ന ഫ്രാൻസ് അടക്കമുള്ള രാജ്യങ്ങളുമൊക്കെ ഇറാനോടൊപ്പം ചേരുകയാണെങ്കിൽ അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമേയില്ല.